നമുക്കൊപ്പം അബിൽ ദേവ് ചേരുന്നുണ്ട്. റോയിയുടെ കേരള മാനേജറാണ്. റോയിക്കൊപ്പം ഉണ്ടായിരുന്നയാളാണ് പല ഘട്ടങ്ങളിലും. 4 ദിവസം മുമ്പും അബിലുമായി സംസാരിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബിൽ ഇപ്പോൾ ബാംഗ്ലൂരുണ്ട്, കുടുംബാംഗങ്ങളെ കണ്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ അബിൽ, ഈ ആത്മഹത്യ യഥാർത്ഥത്തിൽ ഡിപ്രഷനിലൂടെ ഈ റോയി സ്വയം തിരഞ്ഞെടുത്തതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതിനുമപ്പുറം താങ്ങാനാവാതെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടായിരിക്കില്ലേ റോയി ഇത് ചെയ്തിട്ടുണ്ടാവുക? അബിൽ. അരുൺ, ആദ്യം തന്നെ ഒരു തിരുത്ത്. ഒരു കേരള മാനേജർ എന്നുള്ള രീതിയിലല്ല, ഓക്കെ? അങ്ങനെ ഞാൻ കോൺഫിഡൻറ്റിൻ്റെ ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിലുള്ളൊരു വ്യക്തിയല്ല. റോയി സാറായിട്ട് കഴിഞ്ഞൊരു 12 വർഷത്തോളമുള്ള ബന്ധമാണ്, അടുത്തൊരു സുഹൃത്താണ്. എൻ്റെയൊക്കെ ഒരു റോൾ മോഡലായിട്ട് കണ്ട് വർഷങ്ങളായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത്. പിന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഇവൻറ്റ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഞാനാണ് അത് ടേക്ക് കെയർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഇതിൽ എന്താ പറയുക, IT റെയ്ഡിനെ കുറിച്ചോ ഇതിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. ബട്ട് IT ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ത്രൂ കോൺഫിഡൻറ്റ് ഓഫീസുമായിട്ട് നമ്മളൊരു ഇവൻറ്റ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റിയിട്ടുണ്ട്. IT പരമായിട്ടുള്ള അതിൻ്റെ ഫർദർ മീറ്റിങ്ങിലേക്ക് പോകുന്ന സമയമായിരുന്നു. അപ്പം കേരളത്തിലെ MD ആണെങ്കിലോ ജോസഫ് സാർ ആണെങ്കിലോ അവരുടെ അവൈലബിലിറ്റി ഇഷ്യൂ വന്ന സമയത്ത് എനിക്ക് അറിയാൻ സാധിച്ചിരുന്നു IT പരമായിട്ടുള്ള കുറച്ച് തിരക്കിലാണ് എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അതിൻ്റെ വർക്ക്സുകൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം എന്നുള്ള രീതിയിലുള്ള ആ രീതിയിലായിരുന്നു. മോർ ദാൻ എനിക്ക് പേഴ്സണലി അറിയാവുന്നത് ഇപ്പം ലൈഫ് ഈസ് എ സെലിബ്രേഷൻ എന്ന് പറയുന്ന എനിക്ക് ബ്രദർലി അത്രയും ആത്മബന്ധമുള്ള ഇതാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ഈ വിവരം അറിയുന്ന സമയത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഷോക്കൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം അത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. ഇന്നും ഇപ്പോൾ റോയ് സാറുടെ അടുത്ത് ഏജ് എത്രയാണെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ റോയ് സാറുടെ ഏജ് എന്ന് പറഞ്ഞാൽ ഇന്നും ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റിയും, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ കാര്യങ്ങൾ. കാരണം ഞാനൊക്കെ ശരിക്കും ഇങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഒരു ഈവൻ ടേബിൾ മാനേഴ്സ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഫാമിലി എങ്ങനെ കൊണ്ടുപോകുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നത്, ഓരോ ആളുകളടുത്ത് സംസാരിക്കുന്ന രീതിക്കനുസരിച്ച്. അപ്പോൾ അതൊക്കെ ശരിക്കും എന്നെ സംബന്ധിച്ചൊക്കെ ഇത്രയും വർഷത്തിനിടയിൽ ഒരു ടെക്സ്റ്റ് ബുക്കായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇത് പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇപ്പം സംഭവിച്ച ഈ അപകടത്തെക്കുറിച്ചൊന്നും സംഭവിച്ചു എന്ന് തന്നെ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാൻ ഷോക്കാണ്. അത് റോയി ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് ഇറങ്ങിയിട്ട് HP-യിൽ നിന്ന് വിട്ട് 12ഓളം വർഷം ഞാനായിട്ടുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ ക്രിസ്റ്റലിലേക്ക് വന്ന്, ക്രിസ്റ്റലിൽ നിന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലേക്ക് വന്ന്, പിന്നീട് അവിടെ നിന്ന് പടിപടിയായിട്ട് ഉയർച്ചകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരു വ്യവസായ പ്രമുഖനാണ്. 2000 കോടിയിലധികം ആസ്തിയുള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തയാളാണ്. അവിടെ ഇത്തരത്തിലുള്ള എത്രയോ അന്വേഷണങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ഈ റോയി. ഓരോ ഘട്ടത്തിലും ആദായ നികുതി വകുപ്പിന് റിട്ടേൺ കൊടുത്തിട്ടുണ്ടാവും. ഇക്കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് എത്രയോ തവണ ആദായ നികുതി വകുപ്പിന് റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്യുകയും ഏറ്റവും കൂടുതൽ നികുതികൾ കൊടുത്ത പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങൾ ഒരാളാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ചില ക്രമക്കേടുകളുടെ പേരിൽ വളരെ പെട്ടെന്ന് സമനില വിട്ടുപോകുന്ന ഒരാളല്ലല്ലോ നമ്മളറിയുന്ന റോയി. അതാണ് ഞാൻ ചോദിച്ചത്. ആ റോയിയുടെ കോൺഫിഡൻസ് ലെവൽ തകർക്കാൻ മാത്രം എങ്ങനെ ഇവർക്ക് സാധിച്ചു എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും ഒരുപക്ഷെ ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു കാര്യം. ഈ റോയി അവസാനം സംസാരിക്കുമ്പോൾ എന്താണ് അബേലിനോട് സംസാരിച്ചത്? അല്ല, ഇതിൽ ഇവൻറ്റ് പരമായിട്ടുള്ളൊരു കോളായിരുന്നു ലാസ്റ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് അബിൽ പറയാം എന്നുള്ള രീതിയിലാണിരുന്നു ഫൈനൽ കോൾ ഉണ്ടായിരുന്നത്. നമുക്കത് ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ലാസ്റ്റത്തെ ഒരു ഇതുണ്ടായിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്നെ സംബന്ധിച്ച് ഈ 12-ാം തീയതി നമ്മളിപ്പോൾ സെലിബ്രേഷൻ, കോൺഫിഡൻറ്റിൻ്റെ 21-ാം സെലിബ്രേഷൻ നമ്മൾ ചെയ്യാനിരിക്കുകയാണ്. 20-ാം സെലിബ്രേഷൻ 20th ആനിവേഴ്സറി എന്നുള്ള രീതിയിൽ നമ്മൾ സെലിബ്രേഷന് വെയിറ്റ് ചെയ്തിരിക്കുക. ഈ 12th അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയും കോൺഫിഡ് ഡേയും ഒരേ ഡേ ആണ്.
ആ സമയത്താണ് ആ പ്രോഗ്രാം നമുക്ക് ഇത് സംബന്ധിച്ച ഈ മാസം തുടക്കത്തിലായിരുന്നു ഈ IT പരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ തിരക്കുകൊണ്ട് കുറച്ച് മീറ്റിംഗ്സ് ഒന്ന് നീണ്ടുപോയത് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു കേരള വൃത്തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫൈനലായിട്ടുള്ള കാര്യം. അതുതന്നെയായിരുന്നു റോയിജിയുടെ അടുത്ത് നിന്ന് നമുക്കത് പറയാം എന്നുള്ള രീതിയിലാണ് ഫൈനൽ കോൺവെർസേഷൻ ഉണ്ടായിട്ടുള്ളത്. ഈ അബിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്, ഈ റോയിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ 3 എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള അഭിമുഖങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാർ നമ്പർ ആണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫ്ലാറ്റ് നമ്പർ ആണെങ്കിലും എല്ലാം 3 ആണ്. 3 നേരിട്ട് കിട്ടിയില്ലെങ്കിൽ കൂട്ടിയിട്ടിട്ട് 3 വരുന്ന രീതിയിലാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് എൻ്റെ പിറന്നാൾ, എൻ്റെ മകളുടെ, എൻ്റെ ഭാര്യയുടെ, അങ്ങനെ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രിയപ്പെട്ട നമ്പറാണ്. ഒടുവിൽ മരണവും സംഭവിച്ചതൊരു 3 അഥവാ 30 എന്നുള്ളതും യാദൃച്ഛികതയാണ്. ഇതിലേതെങ്കിലും തരത്തിൽ യാദൃച്ഛികതയെക്കുറിച്ച് പറയാനല്ല, ആ അർത്ഥത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് മാത്രം എപ്പോഴും ചിന്തിച്ച് നിൽക്കുന്ന ഒരാളാണ്. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, ഇനി എനിക്ക് എൻ്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം ജീവിച്ചു തീർത്തു എന്ന് പറയുന്ന തരം ഒരു ലാളിത്യവും അതോടൊപ്പം ഒരു ടീം പ്ലെയർ കൂടിയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് TC ജോസഫിനെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു, ചില രേഖകളൊക്കെ കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു എക്സ്പാൻഡ് മോഡിലായിരുന്നു. ദുബായിലടക്കം ഒരു പുതിയ ബിസിനസ് സംരംഭം, ഇപ്പോൾ ലെങ്കാസ്റ്ററൊക്കെ വളരെ പെട്ടെന്ന് വിറ്റുപോയി, വലിയ രീതിയിൽ അവിടെ ദുബായ് മാർക്കറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടു വരുന്നൊരു സാഹചര്യത്തിലല്ലേ ഈ മടക്കം അബിൽ? ഇതിൽ 2024 ദുബായ് പ്രൊജക്റ്റ്. അതൊരു ഗംഭീര ലോഞ്ചോടുകൂടി ദുബായിൽ വെച്ചിട്ട് 2024 ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ ഇപ്പോൾ ഈ നമ്പറിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞില്ല അരുൺ, എനിക്ക് ഈ കോൺഫിഡൻറ്റിലെ ഇൻസൈഡ് നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ അതിന് അധികാരപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയോ അല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഞാൻ കണ്ട ഡോക്ടർ റോയ്, എനിക്ക് മറ്റുള്ളവരുടെ കണ്ണിലുള്ള കാര്യങ്ങളും പറയില്ല. എന്നെ സംബന്ധിച്ച് അവസാനത്തെ ഈ മീറ്റിങ്ങിൽ ഞാനിപ്പോൾ ഫൈസൽ മലബാറിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവസാനം കാലിക്കറ്റ് വന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഒരു നൈറ്റ് ഫുള്ള് വളരെ സന്തോഷം, ചിരിയും കളി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നും റോയേട്ടനെ കണ്ടിരിക്കുന്നത് ചിരിയല്ലാത്തൊരു ഫേസ് ഞാൻ കണ്ടിട്ടില്ല. അല്ലെ ടെൻഷൻ നിറഞ്ഞ ഒരു ഫേസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം എന്തും സാധ്യമാകുന്ന ഒരു വ്യക്തി. ആ രീതിയിൽ ഞാൻ റോയ് സാറെ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ഡിസിപ്ലിൻ ആണെങ്കിൽ, കിടക്കുന്ന സമയം മുതലാണെങ്കിൽ, എണീക്കുന്ന സമയം മുതലാണെങ്കിൽ, ഓരോ കാര്യത്തിനും ഒരു സിസ്റ്റമുണ്ട്, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ മുഖേന പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത്ര ആക്റ്റീവായിട്ട് ഇപ്പം നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, 3 മണിക്കൂറൊക്കെ നിർത്താതെ ക്രിക്കറ്റ് കളിക്കും അദ്ദേഹം. അത്രയും അതിനൊക്കെ എല്ലാത്തിനും സമയം കണ്ടെത്തും. ഒരു ബിസിനസ്സാണ്, ബിസിനസ് മാത്രമല്ല, അദ്ദേഹം കൃഷി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ മൃഗങ്ങളെ പരിപാലിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സിലായിക്കോട്ടെ. അതായത് വെറും ബിസിനസ് എന്നുള്ള ചിന്തയല്ല, അദ്ദേഹം ഫാമിലിക്ക് കൊടുക്കുന്ന ടൈം, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുമ്പോൾ പോലും എന്താ പറയുക, ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ സിംപ്ലി പറയണത് ഒരു വലിയൊരു ഇതിൽ പറയല്ല, ഞാനിപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഫോൺ കണ്ടിട്ട് ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ടേബിൾ മാനേഴ്സ് ആണെങ്കിൽ ഫാമിലിക്കൊപ്പം ഓരോ നിമിഷങ്ങളും അത് ഇപ്പോൾ ഫോണ് രാത്രി കിടക്കാൻ നേരത്താണെങ്കിൽ പോലും ലിൻ ചേച്ചിയെ വിളിച്ച് ഞാൻ കിടക്കുകയാണെന്ന് പറയാണ്, ഗുഡ് നൈറ്റ് പറഞ്ഞ് പോകുന്ന പലപ്പോഴായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ പോലും ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ രീതിയിൽ ഇത് ഷോക്കാണ്. അങ്ങനത്തെ ഒരു റോയേട്ടൻ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇത്രമാത്രം ഒരു മനസ്സിനാഘാതം എന്താണ് സംഭവിച്ചതെന്നുള്ളത്, അത് ഞാൻ പറഞ്ഞത്, അത് വരും ദിവസങ്ങൾ അതിൻ്റെ അതിനായിട്ടുള്ള ആളുകൾക്ക് അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസൈഡ് തെളിയിക്കപ്പെടണം. അപ്പോൾ അത് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാൻ വരാം അബിൽ. Debate with Dr. Arun Kumar.